നമുക്കെന്ത് നന്മകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ, ഏതേത് നന്മകൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ, ആ നന്മകളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്, ഇല്ലേ? ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. കൃത്യമായ ഉത്തരം നൽകിയാൽ മാത്രമേ നമുക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ നാളെ പരലോകത്ത് കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. ഏതേത് അനുഗ്രഹമാകട്ടെ, അള്ളാഹു നമുക്ക് നൽകിയ ശാരീരികമായി നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അത് കണ്ണാവട്ടെ, കൈകളാവട്ടെ, കാലുകളാവട്ടെ, അങ്ങനെ ഏത് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മനുഷ്യ ശരീരത്തിലെ അള്ളാഹു നമുക്ക് സംവിധാനിച്ചു തന്ന ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പ്രൊഫഷന്റെ ഭാഗമായി ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ നല്ല ജോലി, നല്ല സാലറി, നല്ല സ്റ്റാറ്റസ്, ഇല്ലേ? ഓരോന്നിനെ കുറിച്ചും റബ്ബ് നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനും നിങ്ങളും, ഈ പ്രൊഫഷണൽ സമൂഹം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഞാനും എൻ്റെ കുടുംബവും എന്ന നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സുഖോലുലഭതകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണോ എനിക്കുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, ഇല്ലേ? നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാതെയാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ അനിവാര്യമായി വരുന്നത്. ആ ബോധ്യപ്പെടുത്തലിൽ നിന്നാണ് അള്ളാഹു എനിക്ക് നൽകിയ ഈ ഒരു അവസ്ഥ, എൻ്റെ ഈ ഒരു പ്രൊഫഷൻ, എൻ്റെ ഒരു സാലറി, എൻ്റെ ഒഴിവ് സമയം, അല്ലേ, എൻ്റെ ഒരു സ്റ്റാറ്റസ്, സമൂഹം ഒരു ഡോക്ടർ എന്ന നിലക്ക്, ഒരു എഞ്ചിനീയർ എന്ന നിലക്ക്, ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്ക് സമൂഹം നമുക്ക് വകവെച്ച് തരുന്ന ഒരു നിലവാരമുണ്ട്, ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഇല്ലേ? ആ സ്റ്റാറ്റസ് അത് നമ്മുടെ സുഖോലോലുപതകൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നേരെ മറിച്ച് ആ സ്റ്റാറ്റസിനെ, ആ ഒരു അവസ്ഥയെ, ആ നന്മകളെ റബ്ബിന്റെ മാർഗത്തിൽ, അല്ലേ, മറ്റുള്ളവരെ നന്മയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവരെ യഥാർത്ഥ മോക്ഷത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസറായി നമ്മൾ ഓരോരുത്തരും, ഓരോ പ്രൊഫഷണലും മാറുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സർക്കിളിലുള്ള, നമ്മുടെ പിയർ ഗ്രൂപ്പിലുള്ള, നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് ഇതാണ് യഥാർത്ഥ ജീവിതത്തിൽ മോക്ഷത്തിന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് ആളുകളെ ഈ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി തീർച്ചയായും നമുക്ക് കഴിയും.